ചാപ്റ്റർ ലാന്തനൈറ്റ്സ് ആണ്. നേരത്തെ പഠിച്ചു വെച്ചതിന്റെ ബാലൻസ് തന്നെയാണ്. നേരത്തെ പഠിച്ചത് ലാന്തനൈറ്റ്സിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാന്തനൈറ്റ്സിന്റെ സെപ്പറേഷൻ ആണ്. ഒക്കറൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ലാന്തനൈറ്റ്സ്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിച്ച കാര്യം, ഒരു മെറ്റലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ അതിന്റെ മിനറൽ ഉണ്ടായിരിക്കണം. ആ മിനറലിനകത്ത് നിന്നാണ് നമ്മൾ പല പ്രോസസ്സിലൂടെ മെറ്റലിനെ എന്ത് ചെയ്തെടുക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ അലൂമിനിയത്തെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ലീച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ ഒരു അലൂമിനിയത്തെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അലൂമിനിയത്തിന്റെ മിനറലിന്റെ പേരെന്തായിരുന്നു? ബോക്സൈറ്റ് ആയിരുന്നു. ബോക്സൈറ്റിനകത്താണ് അലൂമിനിയത്തെ എന്ത് ചെയ്തെടുത്തത്, എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. പിന്നെ പഠിച്ച അയൺ പഠിച്ചായിരുന്നു. അയണിനെ എക്സ്ട്രാക്ട് ചെയ്തത്. അയണിന്റെ 2 ഓർ പഠിച്ചായിരുന്നു. ഓർ അല്ലെങ്കിൽ മിനറൽ പഠിച്ചായിരുന്നു. ഏതായിരുന്നു? അയണിന്റെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അങ്ങനെ 2 ഓർ. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എക്സ്ട്രാക്ഷൻ തന്നെയാണ്. ആരുടെ എക്സ്ട്രാക്ഷൻ? ലാന്തനൈഡ്സിന്റെ എക്സ്ട്രാക്ഷൻ. ലാന്തനൈഡിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ലാന്തനൈഡിന്റെ മിനറലായ മോണസൈറ്റ് സാൻഡ് ആയിരിക്കും. ഏതായിരിക്കും? മോണസൈറ്റ് സാൻഡ്. മോണസൈറ്റ് സാൻഡ് ലാന്തനൈഡിന്റെ ഓറാണ്. ഓർ അല്ലെങ്കിൽ ലാന്തനൈഡിന്റെ മിനറൽ. ലാന്തനൈഡിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഇതിനകത്തായിരിക്കും മോണസൈറ്റ് സാൻഡ്. ഈ മോണസൈറ്റ് സാൻഡ് എടുത്താൽ ലാന്തനൈഡ് മാത്രമായിരിക്കില്ല, പല കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കും. അതിന് ഡിഫറന്റ് പ്രോസസ്സിലൂടെ എന്ത് ചെയ്തെടുക്കും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഇതിനകത്തുള്ള ഒന്നാമത്തെ കോമ്പൗണ്ട്, ആദ്യം കാണപ്പെടുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ പല പല കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കും. അതിനെല്ലാം പ്രോസസ്സിലൂടെ എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്ത് അതിനെല്ലാം റിമൂവ് ചെയ്തിട്ട് ലാന്തനൈഡിനെ മാത്രം എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. ഇതിന് കാണപ്പെടുന്നത് ലന്താനം ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും. ലന്താനം ഫോസ്ഫേറ്റ് ഇതിനകത്തുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും. ലന്താനം ഫോസ്ഫേറ്റ്, മോണോസൈറ്റ് സാൻഡിനകത്തുള്ള ലന്താനം ഫോസ്ഫേറ്റ്. ഇനി കാണപ്പെടുന്നത് ട്രൈവാലന്റ് ഫോസ്ഫേറ്റ്. ട്രൈവാലന്റ് വാലൻസി 3. ട്രൈവാലന്റ് ഫോസ്ഫേറ്റ്സ് ഓഫ് ലൈറ്റർ ലാന്തനൈഡ്സ്. ലൈറ്റർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും? ആദ്യം കാണുന്ന സീറിയം, പ്രസിയോഡിയം. അതാണ് ലൈറ്റർ. സീറിയം, പ്രസിയോഡിയം ഇവയൊക്കെയാണ് ലൈറ്റർ ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞാൽ. ട്രൈവാലന്റ് ഫോസ്ഫേറ്റ്സ് ഓഫ് ലൈറ്റർ ലാന്തനൈഡ്സ്. ഇനി ഇതിനകത്ത് ഇനിയും ആൾക്കാരുണ്ട്. ഇതിനകത്ത് മോണോസൈറ്റ്സ് അതിനകത്തുണ്ട്. ഇനി കാണുന്നത് ഇട്രിയം കാണപ്പെടും. ഇട്രിയം കാണപ്പെടും. അതേപോലെ തന്നെ ഹെവിയർ ലാന്തനൈഡ്സ് കാണപ്പെടും. ഹെവിയർ ലാന്തനൈഡ്സ്. ഇനി ആൾക്കാരുണ്ട് ഹെവിയർ ലാന്തനൈഡ്സ്. ഇനി കാണപ്പെടുന്നത് ആരെന്ന് വെച്ചാൽ അയൺ ഉണ്ടായിരിക്കും. അതേപോലെ സിർക്കോണിയം ഉണ്ടായിരിക്കും ആൻഡ് ടൈറ്റാനിയം. ഇവ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവ അയണും സിർക്കോണിയം ടൈറ്റാനിയം എന്തായിട്ടായിരിക്കും കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ സിലിക്കേറ്റ്സ് ആയിട്ടായിരിക്കും. സിലിക്കേറ്റ്സ് ഇതൊക്കെയാണ് മോണസൈറ്റ് സാൻഡിനകത്തുള്ള കോമ്പൗണ്ട്സുകൾ. ഇതിന്റെ അകത്ത് നിന്ന് ആരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം? ലാന്തനൈഡിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഈ മോണസൈറ്റ് സാൻഡിനകത്ത് ഇത്രയും ആൾക്കാരുണ്ടായിരിക്കും. ലന്താനം ഫോസ്ഫേറ്റ്, ട്രൈവാലന്റ് ഫോസ്ഫേറ്റ്സ് ഓഫ് ലൈറ്റർ ലാന്തനൈഡ്സ്. ട്രൈവാലന്റ് ഫോസ്ഫേറ്റ്സ് എന്നാൽ സീറിയം, പ്രസിയോഡിയം, നിയോഡിയം. അതല്ല. ഹെവിയർ ലാന്തനൈഡ്സ് അറിയാം. ഹെവിയർ ലാന്തനൈഡ്സ് ഗഡോലിനിയം കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ആൾക്കാർ, ഗഡോലിനിയം ടു ലുട്ടീഷ്യം വരെയുള്ള ആൾക്കാർ, അതൊക്കെ ഇതിന്റെ അകത്ത് ഉണ്ടായിരിക്കും മോണോസൈറ്റ് സാൻഡിനകത്ത്. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. ഇതിനെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റിയിട്ട് മെറ്റലിനെ വേണം. മെറ്റൽ എന്ന് പറഞ്ഞാൽ ലാന്തനൈഡ് ആയിരിക്കും. ഇതിനൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. അതായത് മോണോസൈറ്റ് സാൻഡിനകത്ത് നിന്ന് ആരെ എക്സ്ട്രാക്ട് എടുക്കുന്നു, ലാന്തനൈഡ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ഫ്ലോ ചാർട്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. 2-3 എഴുതി പഠിച്ചാൽ മാത്രം മതി. അങ്ങനെ അത് നോക്കാം. മോണോസൈറ്റ് സാൻഡിനകത്ത് നിന്ന് ലാന്തനൈഡിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഫ്ലോ ചാർട്ട്. മോണോസൈറ്റ് സാൻഡ്. ഈ മോണോസൈറ്റ് സാൻഡിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ലാന്തനൈഡിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിന് ചെയ്യുന്ന ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മോണോസൈറ്റ് സാൻഡിനെ ഡൈജസ്റ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഇതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കും. ആരെ യൂസ് ചെയ്തുകൊണ്ട്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കും. ഡൈജസ്റ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അറ്റ് 200 ഡിഗ്രി സെൽഷ്യസ്. 200 ഡിഗ്രി സെൽഷ്യസിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ മോണോസൈറ്റ് സാൻഡ് എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറും? ഇത് പേസ്റ്റ് ഓഫ് സിലിക്ക, അതേപോലെ സിർക്കോൺ. അടുത്തത് സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈഡ്സ് ആൻഡ് തോറിയം. സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈഡ്സ് ആൻഡ് തോറിയം.
തോറിയം. പിന്നെ ഇതിനകത്ത് കാണുന്നത് ആരെന്ന് വെച്ചാൽ ഫോസ്ഫോറിക് ആസിഡ് ആണ്, H3PO, ഫോസ്ഫോറിക് ആസിഡ്. ഇത്രയും ആളുകളെയാണ് ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ മോണോസൈറ്റ് സാൻഡിനെ എന്ത് ചെയ്യിപ്പിച്ചു? ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കൂ. ഡൈജസ്റ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? പേസ്റ്റ് ഓഫ് സിലിക്ക, സിർക്കോൺ, സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് തോറിയം. ലാന്തനൈറ്റ്സ് ആൻഡ് തോറിയം. പിന്നെ കൂടെ ഉണ്ടായത് ഫോസ്ഫോറിക് ആസിഡ്. പിന്നെ ഇതിനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിനെ സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്തതിനു ശേഷം ട്രീറ്റഡ് വിത്ത് കോൾഡ് വാട്ടർ. ഇതിനെ സെൻട്രിഫ്യൂജ് ചെയ്തതിനു ശേഷം ട്രീറ്റ് ചെയ്യണം. കോൾഡ് വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യണം. ഇതിനെ സെൻട്രിഫ്യൂജ് ചെയ്യണം. സെൻട്രിഫ്യൂഗേഷൻ. അടുത്തത് സെൻട്രിഫ്യൂഗേഷൻ. അടുത്ത സെൻട്രിഫ്യൂഗേഷൻ നടത്തുക. സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് ട്രീറ്റഡ് വിത്ത് കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ കോൾഡ് വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അത് റെസിഡ്യൂ ആയിട്ട് മാറും. റെസിഡ്യൂ ഓഫ് എന്തായാലും സെൻട്രിഫ്യൂജ് നടത്തുമ്പോൾ എന്തായിട്ട് മാറും? ഒരു റെസിഡ്യൂയും കിട്ടും, താഴെ ഒരു റെസിഡ്യൂയും വരും, മുകളിലൊരു സൊല്യൂഷനും വരും. ആ റെസിഡ്യൂ ആരായിരിക്കും? റെസിഡ്യൂ ഓഫ് സിലിക്ക ആൻഡ് സിർക്കോൺ. റെസിഡ്യൂ ഓഫ് സിലിക്ക ആൻഡ് സിർക്കോൺ. അപ്പൊ രണ്ടുപേരും വരും. ഒരു റെസിഡ്യൂയും കാണും, ഒരു സൊല്യൂഷനും കാണും. ആ റെസിഡ്യൂ ആരായിരിക്കും? സിർക്കോണും സിലിക്കയുടെ റെസിഡ്യൂ ആയിരിക്കും. റെസിഡ്യൂ ഓഫ് ഇവിടെ വരുന്നത് റെസിഡ്യൂ ഓഫ് സിലിക്ക. റെസിഡ്യൂ ഓഫ് സിലിക്ക ആൻഡ് സിർക്കോൺ. റെസിഡ്യൂ ഓഫ് സിലിക്ക ആൻഡ് സിർക്കോൺ. റെസിഡ്യൂ ഓഫ് സിലിക്ക ആൻഡ് സിർക്കോൺ. അവിടെ വരുന്നത് സൊല്യൂഷൻ ആയിരിക്കും. ആരുടെ സൊല്യൂഷൻ? സൊല്യൂഷൻ ഓഫ് സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ്. ഇത് ലാന്തനൈറ്റ്സിന്റെ സൾഫേറ്റ്സിന്റെ സൊല്യൂഷൻ. ഇവിടെ വരുന്നത് സൊല്യൂഷൻ ഓഫ് സൾഫേറ്റ്സ്. സൊല്യൂഷൻ ഓഫ് ലാന്തനൈറ്റ്സ്. സൊല്യൂഷൻ ഓഫ് സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് ആരായിരിക്കും? സൊല്യൂഷൻ ലാന്തനൈറ്റ്സ് ആൻഡ് തോറിയം ആയിരിക്കും. തോറിയം. സൊല്യൂഷൻ ഓഫ് സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് തോറിയം പ്ലസ് നേരത്തെ ഫോസ്ഫോറിക് ആസിഡ് H3PO4. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത് മോണോസൈറ്റ് സാൻഡിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചു. ആരെ യൂസ് ചെയ്തുകൊണ്ട്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ചുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യിപ്പിച്ചു? ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ കിട്ടിയതാണ് പേസ്റ്റ് ഓഫ് സിലിക്ക, സിർക്കോൺ, സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് തോറിയം പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. പിന്നെ അതിന് എന്ത് ചെയ്തു? സെൻട്രിഫ്യൂജ് ചെയ്തു. സെൻട്രിഫ്യൂജ് ചെയ്തതിനു ശേഷം സെൻട്രിഫ്യൂജ് മെഷീനകത്ത് വെച്ച് സെൻട്രിഫ്യൂജ് ചെയ്യും. നന്നായിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? ട്രീറ്റഡ് വിത്ത് കോൾഡ് വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യും. അപ്പം സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴേ അറിയാം ഒരു റെസിഡ്യൂയും കിട്ടും, ഒരു സൊല്യൂഷനും കിട്ടും. അപ്പൊ റെസിഡ്യൂ ആരായിരിക്കും? റെസിഡ്യൂ ഓഫ് സിലിക്ക ആൻഡ് സിർക്കോണിന്റെ റെസിഡ്യൂ ആയിരിക്കും. അതേപോലെ സൊല്യൂഷൻ ആരായിരിക്കും? സൊല്യൂഷൻ ഓഫ് സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് തോറിയം പ്ലസ് പിന്നെ ആര് കാണും? ഫോസ്ഫോറിക് ആസിഡ് കൂടി കാണും. തോറിയത്തെ റിമൂവ് ചെയ്യണം. തോറിയത്തെ എങ്ങനെ റിമൂവ് ചെയ്യുന്ന വെച്ചാൽ തോറിയത്തിനെ റിമൂവ് ചെയ്യുന്നത് ഫോസ്ഫേറ്റ് ആയിട്ടായിരിക്കും. ഈ തോറിയത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ചെയ്യുന്നത് ഇതിനെ ഡൈല്യൂട്ട് ചെയ്യും. ഡൈല്യൂട്ടഡ് ആൻഡ് അഡ്ജസ്റ്റ് ദ pH ഇൻ ആൽക്കലൈൻ റേഞ്ച്. ഇതിനെ ഡൈല്യൂട്ട് ചെയ്യും. ഡൈല്യൂട്ടഡ് ആൻഡ് adjust the pH in alkaline range. ആൽക്കലൈൻ റേഞ്ചിലേക്ക് കൊണ്ടുവരും അതിന്റെ pH. അപ്പോഴത്തേക്ക് ആരെന്റെ അത് റിമൂവ് ചെയ്യാൻ പറ്റും? തോറിയത്തെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓരോരുത്തരെ റിമൂവ് ചെയ്തുകൊണ്ട് വരികയാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ആരെ റിമൂവ് ചെയ്തു? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. അപ്പൊ അത് എന്തായിട്ട് മാറി? സൾഫേറ്റ് ആയിട്ട് മാറി. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? അതിനെ സെൻട്രിഫ്യൂജ് ചെയ്തതിനു ശേഷം ട്രീറ്റഡ് വിത്ത് കോൾഡ് വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പൊ ആരൊക്കെ റിമൂവ് ചെയ്തു? സിലിക്കയും സിർക്കോണും റെസിഡ്യൂ ആയിട്ട് അങ്ങ് മാറി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ തോറിയത്തെ റിമൂവ് ചെയ്യണം. തോറിയത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൈല്യൂട്ട് ചെയ്ത് അതിന്റെ pH എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ആൽക്കലൈൻ റേഞ്ചിലേക്ക് pH കൊണ്ടുവരും. അങ്ങനെ pH കൊണ്ടുവരുമ്പോഴത്തേക്ക് തോറിയം അങ്ങ് മാറും. തോറിയം എന്തായിട്ട് മാറും എന്ന് വെച്ചാൽ തോറിയം ഫോസ്ഫേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. തോറിയം എന്തായിട്ട് മാറും? ഫോസ്ഫേറ്റ്. അതെന്തായിരിക്കും? ഒരു റെസിഡ്യൂം ആയിരിക്കും, ഒരു സൊല്യൂഷൻ. മുകളിലത്തെ അതേപോലെ തന്നെ മുകളിൽ ഒരു റെസിഡ്യൂം കിട്ടി, ഒരു സൊല്യൂഷനും കിട്ടി. ഇവിടെയും അതേ കണക്കായിരിക്കും. ഒരു റെസിഡ്യൂ കിട്ടും, ഒരു സൊല്യൂഷനും കിട്ടും. ആ റെസിഡ്യൂ ആരുടെ റെസിഡ്യൂ ആയിരിക്കും? തോറിയത്തിന്റെ ആയിരിക്കും. തോറിയത്തിന്റെ എന്തായിരിക്കും? ഫോസ്ഫേറ്റ്. റെസിഡ്യൂ ഓഫ് ഇവിടെ എഴുതാൻ എന്തായിരിക്കും? റെസിഡ്യൂ ഓഫ് ഫോസ്ഫേറ്റ്സ്. റെസിഡ്യൂ ഓഫ് ഫോസ്ഫേറ്റ്സ് ഓഫ് തോറിയം.
തോറിയത്തിന്റെ ഫോസ്ഫേറ്റ് എന്തായിട്ട് വരും, റെസിഡ്യൂ ആയിട്ട് മാറും. അതിന് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ആരായിരിക്കും, ഇതിനകത്ത് തോറിയം അങ്ങ് പോയി. ബാക്കി ആരുണ്ട് ഇതിനകത്ത്, സൊല്യൂഷൻ ഓഫ് സൾഫേറ്റ്സ്. ബാക്കി ആര് കാണും, സൊല്യൂഷൻ ഓഫ് സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈഡ് ആയിരിക്കും. സൊല്യൂഷൻ ഓഫ് സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈഡ്. അടുത്ത ഇനി ഇതിനെ, ഇനി ഇവിടെ റെസിഡ്യൂ കഴിഞ്ഞു. ഇനി അടുത്ത് ഈ സൊല്യൂഷനെ വീണ്ടും ട്രീറ്റ് ചെയ്യണം. ഈ സൊല്യൂഷനെ ഇനി ആരെ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന വെച്ചാൽ, ട്രീറ്റഡ് വിത്ത് സോഡിയം സൾഫേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യും. ട്രീറ്റഡ് വിത്ത് സോഡിയം സൾഫേറ്റ് Na2SO4. അങ്ങനെ സോഡിയം സൾഫേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും എന്തായിട്ട് മാറും, ഒരു റെസിഡ്യൂ ഉണ്ടാവും. ഇവിടെ അടുത്ത എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ റെസിഡ്യൂ ആയിരിക്കും ഇവിടെ ഡബിൾ സൾഫേറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ എന്തായാലും സിമ്പിൾ സൾഫേറ്റും ആയിരിക്കും. ഇവിടെ ഡബിൾ സൾഫേറ്റ് ഓഫ് ലൈറ്റർ ലാന്തനൈഡ്സും ഇവിടെ സിമ്പിൾ സൾഫേറ്റ് ഓഫ് ഹെവിയർ ലാന്തനൈഡ്സും ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആരായിരിക്കും, ഇത് ഇവിടെ റെസിഡ്യൂ ആയിരിക്കും, ഇവിടെ സൊല്യൂഷൻ ആയിരിക്കും. ഇവിടെ റെസിഡ്യൂയും സൊല്യൂഷനും എപ്പോഴും അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് റെസിഡ്യൂയും ഒരു സ്ഥലത്ത് എന്തായിരിക്കും, സൊല്യൂഷനും ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്നത് റെസിഡ്യൂ ആയിരിക്കും. ഇവിടെ റെസിഡ്യൂ ഓഫ് ഇവിടെ ഉണ്ടാകുന്നത് റെസിഡ്യൂ ആയിരിക്കും. റെസിഡ്യൂ ഓഫ് ഡബിൾ സൾഫേറ്റ് ആയിരിക്കും. റെസിഡ്യൂ ഓഫ് ഡബിൾ സൾഫേറ്റ്സ് ഓഫ് ലൈറ്റർ ലാന്തനൈഡ്സ്. ഇവിടെ ലൈറ്റർ ലാന്തനൈഡും അപ്പുറത്ത് എന്തായിരിക്കും, സിമ്പിൾ ലാന്തനൈഡ്സും ആയിരിക്കും. അവിടെ എന്തായിരിക്കും, ഇപ്പൊ എന്തായിരിക്കും അവിടെ സൊല്യൂഷൻ ഓഫ് സിമ്പിൾ സൾഫേറ്റ്സ് ഓഫ് ലൈറ്റർ ലാന്തനൈഡ്സ്. സോറി, അവിടെ ഹെവിയർ ആയിരിക്കും. ഇവിടെ ലൈറ്റർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഹെവിയർ ആയിരിക്കും. അപ്പൊ അവിടെ വരുന്നത് സൊല്യൂഷൻ ഓഫ് സിമ്പിൾ സൾഫേറ്റ്സ് ഓഫ് എന്തായിരിക്കും, ഹെവിയർ ലാന്തനൈഡ്സ് ആയിരിക്കും. ഇവിടെ വരുന്നത് സൊല്യൂഷൻ ഓഫ് സിമ്പിൾ സൾഫേറ്റ്സ് ഓഫ് എന്തായിരിക്കും, ഹെവിയർ ആയിരിക്കും. ഇവിടെ പറഞ്ഞാൽ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. സൊല്യൂഷൻ ഓഫ് സിമ്പിൾ സൾഫേറ്റ്സ് ഓഫ് ഹെവിയർ ലാന്തനൈഡ്സ്. സംശയം ഉണ്ടോ? ഹെവിയർ ലാന്തനൈഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഗഡോലിനിയം കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ളത് ഹെവിയർ ലാന്തനൈഡ്സ്. ഇനി അടുത്ത ഇവിടെ ആരുണ്ടായിരിക്കും, ഇവിടെ ഇത് ആവശ്യമുള്ള സാധനമാണ്. ഈ റെസിഡ്യൂവിൽ ആരുണ്ടായിരിക്കും, ഡബിൾ സൾഫേറ്റ് ഉണ്ടായിരിക്കും. ഈ ഡബിൾ സൾഫേറ്റ് ഓഫ് ലൈറ്റർ ലാന്തനൈഡ്സ്. ഇതിന് എന്ത് ചെയ്യും, ഇതിനടുത്ത് ചെയ്യാനുള്ളത്, ഇതിനെ NaOH വെച്ച് എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് ഓക്സൈഡും ഹൈഡ്രോക്സൈഡുമായിട്ട് മാറും. ഇത് എന്തായിട്ട് മാറും, ലാന്തനൈഡ് ഓക്സൈഡും ഹൈഡ്രോക്സൈഡും. ഇവിടെ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്. അടുത്തത് ഇതിനെ വാഷ് ചെയ്യണം. വാഷ്ഡ് ടു റിമൂവ് സോഡിയം സൾഫേറ്റ്. ഇവിടെ ഫോം ചെയ്ത ഈ സോഡിയം സൾഫേറ്റ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അടുത്തത് വാഷ്ഡ് ടു റിമൂവ് സോഡിയം സൾഫേറ്റ്. അതിനെ വാഷ് ചെയ്ത് ഈ മിക്സ്ചർ ഓഫ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്. ഇവിടെ NaOH ആഡ് ചെയ്യുമ്പോൾ ഇതൊരു ഓക്സൈഡ്സിന്റെയും ഹൈഡ്രോക്സൈഡ്സിന്റെയും എന്ത് കിട്ടും, ഒരു മിക്സ്ചർ കിട്ടും. ഈ മിക്സ്ചറിനകത്ത് ആര് കാണും, സോഡിയം സൾഫേറ്റ് കാണും. നേരത്തെ ആഡ് ചെയ്ത സോഡിയം സൾഫേറ്റിന്റെ പ്രസൻസ് കാണും. അതിനെ വാഷ് ചെയ്ത് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്യണം. ഡ്രൈഡ് ഇൻ എയർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്യിക്കുമ്പോൾ എന്ത് കിട്ടും, നമ്മളിവിടെ ലൈറ്റർ ലാന്തനൈഡ്സ് ആണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സീറിയം എന്തായിട്ട് മാറും, സീറിയം ഓക്സൈഡ് ആയിട്ടൊക്കെ പോകും. സീറിയം ഓക്സൈഡ് ആയിട്ട് മാറും. ഇങ്ങനെ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സീറിയം വന്ന് ഇവിടെ ലൈറ്റർ ലാന്തനൈഡ്സ് ഒക്കെ എന്ത് ചെയ്യും, ആ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം അതിന്റെ ഓക്സൈഡ്സ് ആക്കി മാറിപ്പോവും. അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയാണ് ഇത് മോണോസൈറ്റ് സാൻഡിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ്. ഈ ഫ്ലോ ചാർട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് വരച്ചു വെച്ചാൽ മതി. എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. അത് എന്ത് ചെയ്യണം, മോണോസൈറ്റ് സാൻഡിനെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് എന്ത് ചെയ്യണം, ഡൈജസ്റ്റ് ചെയ്യണം. ടെമ്പറേച്ചർ എത്രയാണ്, 200 ഡിഗ്രി സെൽഷ്യസ്. 200 ഡിഗ്രി സെൽഷ്യസിൽ ഡൈജസ്റ്റ് ചെയ്യണം. അപ്പൊ കിട്ടുന്നത് പേസ്റ്റ് ഓഫ് സിലിക്ക, സിർക്കോൺ, സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈഡ്സ് ആൻഡ് തോറിയം, ഫോസ്ഫോറിക് ആസിഡ്. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യണം.
സെൻട്രിഫ്യൂജ് ചെയ്യണം. സെൻട്രിഫ്യൂജ് ചെയ്തതിനു ശേഷം നന്നായിട്ട് എന്ത് ചെയ്യണം, വാട്ടറിൽ ട്രീറ്റ് ചെയ്യണം. വാട്ടറിൽ ട്രീറ്റ് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴേ അറിയാം ഒരു റെസിഡ്യൂയും കാണും, കാര്യം കാണും, ഒരു സൊല്യൂഷനും കാണും. റെസിഡ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. ഇവിടത്തെ റെസിഡ്യൂ ആണ് സിലിക്ക ആൻഡ് സിർക്കോൺ ആണ്. ഇവിടത്തെ റെസിഡ്യൂ ഇതാണ് ഇവിടത്തെ റെസിഡ്യൂ. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് സിലിക്ക ആൻഡ് സിർക്കോൺ. ഇതാണ് ഇവിടത്തെ റെസിഡ്യൂ. ഇവിടെ സൊല്യൂഷനിൽ ആരൊക്കെയാണ്, സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് തോറിയം. സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് തോറിയം പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. ഇതാണ് ഇവിടത്തെ എന്ത് സൊല്യൂഷൻ. ആദ്യം കിട്ടിയത് ഇത്. ഓരോ സ്റ്റെപ്പ് ഓർത്ത് വെച്ചിരിക്കണം. ഫസ്റ്റ് മോണോസൈറ്റ് സാൻഡ്, സ്റ്റാർട്ടിങ് മോണോസൈറ്റ് സാൻഡ്. ഇങ്ങനെ സൊല്യൂഷൻ ഓഫ് സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് തോറിയം പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. അതിനെ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് അടുത്ത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ആരെയാണ്, തോറിയത്തെയാണ് റിമൂവ് ചെയ്യാനുള്ളത്. ഈ തോറിയത്തെ നമ്മൾ റെസിഡ്യൂ ആക്കി മാറ്റണം. തോറിയത്തെ റെസിഡ്യൂ ആക്കി മാറ്റുന്നത് എങ്ങനെയായിരിക്കും, ഫോസ്ഫേറ്റ്സ് ആയിട്ടായിരിക്കും. ഫോസ്ഫേറ്റ്സ് ഓഫ് തോറിയം ആക്കി മാറ്റിയാൽ അത് എന്ത് ചെയ്യും, അൺഡിസോൾവ്ഡ് ആയിട്ട് കിടക്കും. അതിനെ റെസിഡ്യൂ ആയിട്ട് മാറ്റാനും പറ്റും. അതിനെന്ത് ചെയ്യണം, ഡൈലൂട്ടഡ് ആൻഡ് അഡ്ജസ്റ്റ് ദ pH ഇൻ ആൽക്കലൈൻ റേഞ്ച്. ഈ കിട്ടിയതിനെ എന്ത് ചെയ്യണം, അതിനെ ഡൈലൂട്ട് ചെയ്ത് pH ആൽക്കലൈൻ റേഞ്ചിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ നിന്ന് ആരെങ്കിലും റിമൂവ് ചെയ്യും, ഇവിടെ നിന്ന് ഈ തോറിയം എന്തായിട്ട് മാറും, ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. തോറിയം ഫോസ്ഫേറ്റ് ആയിട്ട് റെസിഡ്യൂ ആയിട്ട് മാറും. ബാക്കി സൊല്യൂഷൻ ആര് കാണും, സൊല്യൂഷൻ ഓഫ് ഫോസ്ഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആയിരിക്കും. അതിനെ ആര് വെച്ച് ട്രീറ്റ് ചെയ്യണം, അതിനെ സോഡിയം സൾഫേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യണം. സോഡിയം സൾഫേറ്റ്, ഇവിടെ സോഡിയം സൾഫേറ്റ്. ഈ സൊല്യൂഷൻ ഓഫ് സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സിനെ സോഡിയം സൾഫേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യണം. സോഡിയം സൾഫേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഡബിൾ സൾഫേറ്റ് ഓഫ് ലൈറ്റർ ലാന്തനൈറ്റ്സും ഒന്ന് സിമ്പിൾ സൾഫേറ്റ്സ് ഓഫ് ഹെവിയർ ലാന്തനൈറ്റ്സ്. ഒരു സൈഡില് ലൈറ്റർ ലാന്തനൈറ്റ്സും ഒരു സൈഡില് ഹെവിയർ ലാന്തനൈറ്റ്സും കിട്ടും. ഇനി അടുത്ത ഇവിടെ ഈ ഡബിൾ സൾഫേറ്റിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് വേണം. ഡബിൾ സൾഫേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH വെച്ച് ട്രീറ്റ് ചെയ്യും. NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു മിക്സ്ചർ കിട്ടും. ആരുടെയൊക്കെ മിക്സ്ചർ, സോഡിയം ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും, ലാന്തനൈറ്റ്സിന്റെ ഓക്സൈഡ് ഹൈഡ്രോക്സൈഡിന്റെ ഒരു മിക്സ്ചർ കിട്ടും. അതിന്റെ അകത്ത് ആരുടെ പ്രസൻസ് ഉണ്ടായിരിക്കും, സോഡിയം സൾഫേറ്റിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഈ സോഡിയം സൾഫേറ്റിനെ വാഷ് ചെയ്ത് കളയണം. സോഡിയം സൾഫേറ്റിനെ വാഷ് ചെയ്ത് കളയുന്നതിന് ശേഷം എന്ത് ചെയ്യും, എയറിൽ ഡ്രൈ ചെയ്യും. എയറിൽ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സീറിയം ഓക്സൈഡ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഫ്ലോ ചാർട്ട്. മോണോസൈറ്റ് സാൻഡിൽ നിന്ന് ലാന്തനൈറ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഫ്ലോ ചാർട്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഇത് കഴിഞ്ഞിട്ട് സെപ്പറേഷൻ ഉണ്ട്. ഓരോന്നിനെയും ഓരോ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രോപ്പർട്ടീസ്, നമ്മൾ ആദ്യം പഠിച്ച പ്രോപ്പർട്ടി ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ, അതിന്റെ സൈസ്, അതൊക്കെ വെച്ചുകൊണ്ട് പല ടെക്നിക്സ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരുന്ന ടെക്നിക്സ്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് അതാണ്. ഇത് വളരെ മനസ്സിലായെന്ന് തോന്നുന്നു. എഴുതി പഠിച്ച് 1-2 തവണ എഴുതി നോക്കണം. സ്റ്റെപ്പ് തിരിഞ്ഞു പോകരുത്.